വയനാട് പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റും കർഷക റാലിയും LDF കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് കർഷക റാലി. വിശദാംശങ്ങളുമായി അനൂപ് കെആർ ചേരുന്നു വയനാട്ടിൽ നിന്നും. അനൂപ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ അനൂപ് നൽകിയ വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതുപോലെ കർഷക പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിലയിൽ വളരെ പ്രസക്തമാണ് ഈ കർഷക റാലിയും പാർലമെന്റും. വിശദാംശങ്ങൾ എന്തൊക്കെ? വിവിധ കേന്ദ്ര സർക്കാർ നയങ്ങൾ സൃഷ്ടിച്ച കാർഷിക പ്രതിസന്ധിക്കെതിരെ വയനാട് പുൽപ്പള്ളിയിൽ കർഷക പാർലമെന്റാണ് ഇന്ന് LDF സംഘടിപ്പിച്ചത്. ഇതിനുശേഷം ഇപ്പോൾ കർഷക റാലി ആണ് നടക്കുന്നത്. പുൽപ്പള്ളി നഗരത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്ന കർഷക റാലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് ചാവളെ, ബിജു കൃഷ്ണൻ തുടങ്ങി ദേശീയ കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളാണ്. പരിപാടി ഇവിടെ ഇപ്പോൾ പുൽപ്പള്ളി നഗരത്തിൽ തുടരുകയാണ്. UP NDA സർക്കാരുകളുടെ സാമ്പത്തിക നയങ്ങൾ അതുമൂലം അതിന്റെ കെടുതികൾ നേരിട്ട് അനുഭവിച്ച വയനാട്ടിൽ കാർഷിക തകർച്ച ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണ പരിപാടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് LDF ഇത്തരമൊരു പരിപാടി പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ചത്. ഏതായാലും വലിയ ജനകീയ പിന്തുണയാണ് ഈ പരിപാടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നു. കഴിഞ്ഞ ദിവസം കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച റാലിക്ക് പുറമെ ഇപ്പോൾ പുൽപ്പള്ളിയിൽ കർഷകരുടെ റാലിയാണ് LDF സംഘടിപ്പിച്ചത്. ഇടത് കർഷക സംഘടനകൾ സംഘടിപ്പിച്ചത്. ഏതായാലും വലിയ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഈ ജാഥയിൽ പങ്കെടുക്കുകയാണ്. ഉദാരവൽക്കരണ വിരുദ്ധ ബദൽ നയത്തിനായി ദേശീയ കർഷക പ്രക്ഷോഭം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും കർഷക പാർലമെന്റ് ഉദ്ഘാടനത്തിന് ശേഷം ആണ് ഈ റാലി നടക്കുന്നത്. കാനം രാജേന്ദ്രൻ അല്പസമയത്തിനകം പുൽപ്പള്ളി വെച്ച് ഈ കർഷക റാലിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അനൂപ് കെആറാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ദേശീയ തലത്തിൽ കർഷക സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇടത് നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വയനാട്ടിൽ കർഷക റാലിയും കർഷക പാർലമെന്റും സംഘടിപ്പിക്കപ്പെടുന്നത്. BJPയെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്ന് പിണറായി. ഇന്ത്യയിൽ ബദൽ രാഷ്ട്രീയം കേരളത്തിന് മാത്രം സ്വന്തം. രാമക്ഷേത്രത്തിന്റെയും പശുവിന്റെയും പേരിൽ BJP രാജ്യത്താകമാനം കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ കോൺഗ്രസിന് ആകുന്നില്ലെന്നും മുഖ്യമന്ത്രി കാഞ്ഞങ്ങാട് പറഞ്ഞു. ജനവിരുദ്ധ മോദി സർക്കാരിനെ കേന്ദ്രഭരണത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് മതനിരപേക്ഷ വിശ്വാസികളും രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു. എന്നാൽ BJPക്ക് ബദലാകാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നതാണ് ഉയർന്നുവരുന്ന പ്രധാന ചോദ്യം. ഹിന്ദുത്വ വർഗീയതയോട് സന്ധി ചെയ്യുന്ന കോൺഗ്രസിന് എങ്ങനെ BJPക്ക് ബദലാകാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. BJPയല്ല, തങ്ങളാണ് രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കുകയെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ പ്രഖ്യാപനമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ജോഷി എന്നത് അഖിലേന്ത്യാ വക്താവാണ്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, അതേപോലെ ഞങ്ങൾക്ക് മാത്രമേ രാമക്ഷേത്രം നിർമ്മിക്കാനാവൂ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും, ഞങ്ങൾ രാമക്ഷേത്രം നിർമ്മിക്കും. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ സംഘപരിവാർ ഉപയോഗിച്ച വിഷയമാണ് പശു സംരക്ഷണം. ഗോവധ നിരോധനം തങ്ങളാണ് രാജ്യത്താദ്യം നടപ്പാക്കിയതെന്നാണ് മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ അവകാശവാദമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് എന്താ ചെയ്തത്? അവിടെയാണ് കോൺഗ്രസിന്റെ പ്രാമാണികനായ ദിഗ്വിജയ് സിംഗിന്റെ രംഗപ്രവേശം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളാണ് ഗോവധം നിരോധിച്ചത്. അഭയാർത്ഥികൾക്ക് പൗരത്വം അനുവദിക്കുന്ന ബില്ലിന്റെ കാര്യത്തിലും മുത്തലാഖ് ബില്ലിന്റെ കാര്യത്തിലും BJP മുസ്ലിം വിരുദ്ധ നിലപാട് സ്വീകരിച്ചപ്പോൾ മൗനം പാലിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇത്തരം സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസിന് എങ്ങനെ മതനിരപേക്ഷ ബദൽ സർക്കാരിന് നേതൃത്വം നൽകാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു. ജനദ്രോഹകരമായ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലും BJPയും കോൺഗ്രസും ഒരേ അഭിപ്രായക്കാരാണ്. മതനിരപേക്ഷ ജനപക്ഷ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഭരണമാണ് രാജ്യത്തിന് ബദൽ മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കാഞ്ഞങ്ങാട്ട് നടന്ന LDF റാലിയിൽ വൻ ജനപങ്കാളിത്തം ദൃശ്യമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നേതാക്കൾ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെ ഗുരുതരമായ ആരോപണങ്ങളുമായി പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന മുൻ DCC സെക്രട്ടറി കല്ലിയൂർ മുരളി രംഗത്ത്. വട്ടിയൂർക്കാവിൽ പ്രചരണ കമ്മിറ്റി ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന തമ്പാനൂർ രവിയുടെ അടുത്ത അനുയായി, ശബരിമല കർമ്മസമിതിയുടെ സജീവ പ്രവർത്തകനെന്ന് മുരളി പറയുന്നു. AI ഗ്രൂപ്പുകൾ ഒന്നിച്ച് തരൂരിനെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നും മുരളി പറഞ്ഞു.
തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ ബി.ജെ.പിയിൽ നിന്നും പണം പറ്റി വോട്ട് മറിക്കുന്നുവെന്ന ആക്ഷേപം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന മുൻ ഡി.സി.സി സെക്രട്ടറി കല്ലിയൂർ മുരളി ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ബി.ജെ.പിക്ക് വ്യക്തമായ ആധിപത്യമുള്ള വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ശബരിമല കർമ്മസമിതി നേതാവിനെ പ്രചരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാക്കിയത് ശശി തരൂരിനെ വിജയിപ്പിക്കാനാണോ അതോ തോൽപ്പിക്കാനാണോ എന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്ന് കല്ലിയൂർ മുരളി ആവശ്യപ്പെട്ടു. അപ്പൊ ശബരിമല കർമ്മസമിതിയുടെ വിളക്ക് കത്തിച്ച് കർമ്മസമിതി പരിപാടികളുമായി ബന്ധപ്പെട്ട ഈ ശാസ്ത്രമംഗലം മോഹനൻ അവിടുത്തെ കൺവീനറായിരിക്കുന്ന ശശി തരൂരിനെ ജയിപ്പിക്കാനാണോ എന്ന് ഈ നേതൃത്വം പറയണം. വട്ടിയൂർക്കാവിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന തമ്പാനൂർ രവിയുടെ അടുത്ത അനുയായി കൂടിയാണ് പ്രചരണ കമ്മിറ്റി ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന ശാസ്തമംഗലം മോഹനൻ. ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച വിശ്വാസ സംഗമത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ശാസ്തമംഗലം മോഹനൻ. കർമ്മസമിതിയും ബി.ജെ.പി നേതൃത്വവുമായി അടുത്ത് ബന്ധമുള്ള ആളിനെ കൺവീനറാക്കിയതിന്റെ പിന്നിലും ചില നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ടെന്നും മുരളി പറയുന്നു. കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പിലും പെടാത്ത ശശി തരൂരിനെ പരാജയപ്പെടുത്താൻ വി.എസ്. ശിവകുമാറും തമ്പാനൂർ രവിയും അടക്കമുള്ള എ.ഐ. ഗ്രൂപ്പുകൾ ഒന്നിച്ച് രംഗത്തുണ്ടെന്നും ഇത് തുറന്നു പറഞ്ഞ തനിക്കെതിരെ വധഭീഷണി നിലനിൽക്കുന്നുവെന്നും മുരളി പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശശി തരൂരിന് പിന്നാലെ കെ മുരളീധരനും പരാതിയുമായി രംഗത്ത്. വടകരയിൽ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സഹകരിക്കുന്നില്ലെന്നാണ് മുരളീധരന്റെ പരാതി. അതേസമയം പ്രചരണ രംഗത്ത് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലെന്ന് താഴെത്തട്ടിലെ പ്രവർത്തകരും പരാതിപ്പെടുന്നു. വട്ടിയൂർക്കാവ് എം.എൽ.എ. ആയ കെ മുരളീധരനെ കൊട്ടിഘോഷിച്ചാണ് കോൺഗ്രസ് നേതൃത്വം വടകരയിലെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിലെ ആവേശമൊന്നും ഇപ്പോഴില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പ്രാദേശിക നേതാക്കൾ വലിയ രീതിയിൽ സഹകരിക്കുന്നില്ലെന്ന പരാതിയും കെ മുരളീധരൻ ഉന്നയിച്ചതായാണ് സൂചന. കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതാക്കളെ മുരളീധരൻ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു. അതേസമയം പ്രചാരണ രംഗത്ത് വേണ്ട വിധത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നില്ലെന്ന പരാതി താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട്. വടകരയിൽ പ്രചാരണ ചുമതലയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലേക്ക് കൂട്ടത്തോടെ കേന്ദ്രീകരിക്കുന്നതും യു.ഡി.എഫിനെ പ്രതിസന്ധിയിലാക്കുന്നു. പ്രചാരണ രംഗത്തെ പിന്നോക്കാവസ്ഥയിൽ കെ.പി.സി.സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതൃപ്തി അറിയിച്ചുവെന്നാണ് വിവരം. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി പി ജയരാജന്റെ നാടിളക്കിയുള്ള പ്രചാരണത്തിന് മുമ്പിൽ യു.ഡി.എഫ് നേതൃത്വം പതറുകയാണ് എന്നും പ്രവർത്തകർക്കിടയിൽ സംസാരമുണ്ട്. വടകരയിൽ എൽ.ഡി.എഫിനെ നേരിടാൻ പറ്റാവുന്ന എല്ലാ കക്ഷികളെയും കൂടെ കൂട്ടിയെങ്കിലും ആ ആവേശമൊന്നും പ്രചാരണ രംഗത്ത് കാണുന്നില്ല എന്നാണ് കെ മുരളീധരന്റെ പരാതി. അതേസമയം കെ മുരളീധരനും വലിയ ആവേശമില്ലെന്നാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതിനിടയിൽ വടകരയിലെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന ധർമ്മസങ്കടത്തിലാണ് മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ. പി.വി. കുട്ടൻ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയ യു.ഡി.എഫ് സ്ഥാനാർത്ഥി N.K. പ്രേമചന്ദ്രനെതിരെ വിശദീകരണ നോട്ടീസ്. മതസ്പർദ്ധ ഉളവാക്കും വിധം സ്ഥാനാർത്ഥി നടത്തിയ പ്രസംഗം സംബന്ധിച്ച് 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ എസ് കാർത്തികേയൻ നോട്ടീസ് നൽകിയത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടയിൽ മതസ്പർദ്ധ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടാണ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി N.K. പ്രേമചന്ദ്രന്റെ വിവാദ പ്രസംഗം. മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ ഒറ്റ വാശിയാണ്, എങ്ങനെയെങ്കിലും 10നും 50നും ഇടയ്ക്കുള്ള 10 പെണ്ണുങ്ങളെയെങ്കിലും ശബരിമലയിൽ കയറ്റി ധർമ്മശാസ്താവിനെ കാണിച്ചിട്ടല്ലാതെ അയാൾക്ക് ഉറക്കം വരത്തില്ല. വേറൊരാളുണ്ട്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. പുള്ളിക്ക് ഒറ്റ നിർബന്ധം, 10 പെൺപിള്ളാരെ സുന്നി പള്ളികളിൽ വെള്ളിയാഴ്ച ദിവസം നിസ്കാരം നടക്കുമ്പോൾ സുന്നി പള്ളികളിൽ ഈ പെണ്ണുങ്ങളെ കയറ്റി നിസ്കരിപ്പിക്കണം. ക്രൈസ്തവ ദേവാലയങ്ങളിലാണെങ്കിൽ എല്ലാ ദേവാലയങ്ങളും സർക്കാരിന്റെ നിയന്ത്രണം. ഇപ്പൊ ദേവസ്വം ബോർഡ് CPM-ന്റെ ഒരു ബ്രാഞ്ച് സംഘടനയായിട്ട് മാറി. DYFI, SFI എന്ന് പറയുന്നത് പോലെ ദേവസ്വം ബോർഡ് ഇപ്പൊ അതുപോലെ ഒരു സാധനമായി മാറി. ഞാൻ ചോദിക്കുന്നത്, ഈ അവിശ്വാസികൾക്ക് ഈ കാര്യത്തിൽ വല്ല കാര്യമുണ്ടോ? പ്രഥമദൃഷ്ട്യാ ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഇലക്ഷൻ കുറ്റങ്ങൾക്കെതിരെയും പെരുമാറ്റ ചട്ടലംഘനത്തിനെതിരെയും LDF കൊല്ലം മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ വരദരാജൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രേമചന്ദ്രന്റെ പ്രവൃത്തി ഇന്ത്യൻ ശിക്ഷാ നിയമം 124A, 153A(b) വകുപ്പുകൾ പ്രകാരവും ജനാധിപത്യ നിയമം 123, 3A, 125 വകുപ്പുകൾ പ്രകാരവും കുറ്റകരവും ശിക്ഷാർഹവുമാണെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കൂടാതെ സുപ്രീംകോടതി വിധിയെ ജനമധ്യത്തിൽ വിലകെടുത്തുന്ന പരാമർശം നടത്തിയും ഹാസ്യരൂപേണ അവതരിപ്പിച്ചും കോടതിയുടെ അധികാരത്തിനും അന്തസ്സിനും അവമതിപ്പും ഇടിവും വരുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനം നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ പൂർണ്ണരൂപത്തിലും സമൂഹത്തിൽ മതവിദ്വേഷം വളർത്താൻ പര്യാപ്തമായ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പും ഉൾപ്പെടെയാണ് പരാതിയായി നൽകിയത്. അതേസമയം നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്നും വിശദീകരണം നൽകുമെന്നും UDF കേന്ദ്രങ്ങൾ അറിയിച്ചു.
ന്യൂസ് ബ്യൂറോ, കൊല്ലം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരാതി. ശബരിമല യുവതീ പ്രവേശ വിഷയം തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ വോട്ട് ലക്ഷ്യത്തോടെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതായാണ് പരാതി. മണ്ഡലം വരണാധികാരിയായ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV രാജേഷ് MLA പരാതി നൽകി. മതവിശ്വാസം ദുരുപയോഗം ചെയ്യുന്നതായും പരാതിയുണ്ട്. ഉണ്ണിത്താന്റെ പ്രസംഗം റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലിപ്പിംഗും പരാതിക്കൊപ്പം സമർപ്പിച്ചു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ UDF പൊതുയോഗങ്ങളിൽ നടത്തിയ വോട്ടഭ്യർത്ഥനയിൽ വോട്ടർമാരുടെ മതവികാരം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതായി പരാതി. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വോട്ടഭ്യർത്ഥന നടത്തരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം രാജ്മോഹൻ ഉണ്ണിത്താൻ ലംഘിച്ചതായാണ് പ്രധാന പരാതി. ആർത്തവോന്മുഖരായ സ്ത്രീകൾക്ക് കഠിനമായ വ്രതമെടുക്കാനാവില്ല. സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. എന്താ വിധി? സ്ത്രീ പുരുഷ സമത്വം വേണം. ശബരിമലയിൽ സ്ത്രീ പുരുഷ സമത്വം ഇല്ലേ? 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളല്ലേ? 10 വയസ്സിന് താഴെയുള്ള സ്ത്രീകളല്ലേ? പയ്യന്നൂർ അരവഞ്ചാലിൽ നടന്ന UDF പൊതുയോഗത്തിലെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ച LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി TV രാജേഷ് MLA ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബുവിന് നൽകിയ പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ശരണമന്ത്രം വിളിക്കാതെ 18-ാം പടി ചവിട്ടാതെ 2 പെണ്ണുങ്ങളെ കൊണ്ടുപോയി മലയിൽ കയറ്റി. പിറ്റേന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ശബരിമല അയ്യപ്പന്റെ നൈതിക ബ്രഹ്മചര്യം തകർന്നു. 2 സ്ത്രീകളെ ഞാൻ ശബരിമലയിൽ കയറ്റി. ഇനി എല്ലാ യുവതികൾക്കും കയറാം. അന്ന് എന്റെ വീടൊരു മരണ വീടാണ്. എന്റെ ഭാര്യ വാവിട്ട് നിലവിളിച്ചു. അവിടെ അമ്മ മരിച്ചപ്പോ പോലും അത്രയും കരഞ്ഞിട്ടില്ല. ശബരിമലയിൽ അയ്യപ്പന്റെ നൈതിക ബ്രഹ്മചര്യം തകർക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദുഃഖമുണ്ട്, അമർഷമുണ്ട്. ശബരിമല കഴിഞ്ഞാൽ കോടിയേരി പറഞ്ഞു 1000-ഓളം സുന്നിപ്പള്ളികളുണ്ട്, അവിടെ സ്ത്രീകളെ കയറ്റും. എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് യേശുക്രിസ്തുവിന്റെ അനുയായികളായ ക്രിസ്തു മതത്തിൽപ്പെട്ടവർക്ക് അവരുടെ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒരു ചർച്ച് ബില്ല് കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അപ്പൊ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു, മുസൽമാനെ ഉപദ്രവിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനയെ ബഹുമാനിക്കുന്ന ആർക്കും ഈ നിരീശ്വരവാദികളെ കാരണം ജീവിക്കാനാവുന്നില്ല. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെയുള്ള പരാതി കാസർഗോഡ് ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിട്ടു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ D സജിത് ബാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സൈനിക നേട്ടങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ മുൻ സൈനിക മേധാവിമാരടക്കം 150 സൈനികർ രാഷ്ട്രപതിക്ക് കത്തെഴുതി. മോദി സേന എന്ന യോഗി ആദിത്യനാഥിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവും കത്തിലുണ്ട്. അതിർത്തി കടന്നുള്ള സൈനിക നേട്ടങ്ങൾ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നതും അംഗീകരിക്കാനാവില്ലെന്നും മുൻ സൈനികർ രാഷ്ട്രപതിയെ അറിയിച്ചു. എന്നാൽ പരാതി ലഭിച്ചിട്ടില്ലെന്ന് രാഷ്ട്രപതി ഭവൻ പ്രതികരിച്ചു. സൈന്യത്തിന്റെ രാഷ്ട്രീയത്തിന് അതീതമായ സ്വഭാവവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ രാഷ്ട്രപതി ഇടപെടണമെന്നാവശ്യപ്പെട്ടാണ് 150 സൈനികരുടെ കത്ത് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആവശ്യത്തിനായി സൈനിക നേട്ടങ്ങൾ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ല. സൈന്യം നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ പോലും പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നവർ സൈന്യത്തെ മോദി സേനയെന്ന് വിളിക്കുന്ന തരത്തിൽ വളർന്നിരിക്കുന്നു. ഇത് അനുചിതമാണെന്നും രാഷ്ട്രപതിക്ക് എഴുതിയ കത്തിൽ വിമർശിക്കുന്നു. കരസേനാ തലവന്മാരായിരുന്ന ഫ്രാൻസിസ് റോഡ്രിഗ്രോസ്, ശങ്കർ റോയ് ചൌധരി, ദീപക് കപൂർ എന്നിവരും വ്യോമസേനാ തലവന്മാരായിരുന്ന ലക്ഷ്മിനാരായൺ രാംദാസ്, വിഷ്ണു ഭഗവത്, അരുൺ പ്രകാശ്, സുരേഷ് മേത്ത, വ്യോമസേന മുൻ മേധാവി NC സുരി എന്നിവരും കത്തിൽ ഒപ്പിട്ടു. മിലിറ്ററി യൂണിഫോമും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നതിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളെ വിലക്കണം. അഭിനന്ദൻ വർത്തമാന്റെ ചിത്രം ഉപയോഗിച്ച് വോട്ട് തേടുന്നതിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് സൈനികർ എതിർക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പുൽവാമ ആക്രമണത്തിൽ മരിച്ച സൈനികരുടെ പേരിൽ വോട്ട് ചോദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സൈനികർ രാഷ്ട്രപതിക്ക് കത്തെഴുതിയത് എന്നത് ശ്രദ്ധേയം. കത്തിന്റെ പകർപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് ലഭിച്ച ഇലക്ടറൽ ബോണ്ടുകളുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്. മെയ് 15 വരെ ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ മെയ് 31-നകം സമർപ്പിക്കണം. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷിക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്നാൽ ബോണ്ടിലൂടെ സംഭാവന വാങ്ങുന്നത് താൽക്കാലികമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. വിധിയെ CPIM പൊളിറ്റ് ബ്യൂറോ സ്വാഗതം ചെയ്തു.
ഇലക്ട്രൽ ബോണ്ട് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. മെയ് 15 വരെ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം. പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ട്, സംഭാവന നൽകിയവർ, ലഭിച്ച പണം എന്നീ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന്റെ ഉത്തരവ്. വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷിക്കണം. കണക്കുകൾ മുദ്രവച്ച കവറിൽ മെയ് 31-നകമാണ് നൽകേണ്ടത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട നിയമം പരിശോധിക്കുമെന്നും ഒരു പാർട്ടിക്കും പ്രത്യേകം ഗുണം ചെയ്യാത്ത നിലയിലാണിതെന്ന് ഉറപ്പാക്കുമെന്നും കോടതി പറഞ്ഞു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നതിനുള്ള സമയപരിധി 10 ദിവസത്തിൽ നിന്ന് 5 ദിവസമാക്കി വെട്ടിച്ചുരുക്കാനും ധനമന്ത്രാലയത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ബോണ്ടിലൂടെ സംഭാവന വാങ്ങുന്നത് താൽക്കാലികമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹർജിയിൽ പിന്നീട് വിശദമായി വാദം കേൾക്കാമെന്നും കോടതി വ്യക്തമാക്കി. CPIM, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്നിവരാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ ചോദ്യം ചെയ്ത് ഹർജി നൽകിയത്. വിധിയെ CPIM പോളിറ്റ് ബ്യൂറോ സ്വാഗതം ചെയ്തു. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിന്റെ ഗൌരവത്തെ ഉൾക്കൊള്ളുന്നതാണ് ഇടക്കാല വിധിയെന്നും കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്നും CPIM PB പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. റഫാൽ കേസിലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ ചൊല്ലി കോൺഗ്രസ് BJP പോരുമുറുകുന്നു. രാഹുലിന്റെ പരാമർശത്തിൽ നടപടി ആവശ്യപ്പെട്ട് BJP സുപ്രീം കോടതിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചു. കോടതിയിൽ മറുപടി നൽകും എന്നാണ് കോൺഗ്രസ് നിലപാട്. കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി എന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. റഫാൽ കരാറുമായി ബന്ധപ്പെട്ട് മോഷ്ടിക്കപ്പെട്ടതെന്ന് കേന്ദ്ര സർക്കാർ ആരോപിക്കുന്ന രേഖകൾ പരിശോധിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശമാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള പുതിയ നിയമരാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വഴി തുറന്നത്. കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം. എന്നാൽ ഇത് കോടതി പറയാത്ത കാര്യമാണെന്നും രാഹുലിന്റെ പ്രസ്താവന ക്രിമിനൽ കോടതിയെ ലക്ഷ്യമാണെന്നും ചൂണ്ടിക്കാട്ടി BJP നേതാവ് മീനാക്ഷി ലേഖിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി തിങ്കളാഴ്ച സുപ്രീം കോടതി പരിഗണിച്ചേക്കും. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJP സമീപിച്ചു. വസ്തുതാവിരുദ്ധമായാണ് രാഹുലിന്റെ പ്രസ്താവന. ഇതിൽ നടപടിയുണ്ടാകണമെന്നായിരുന്നു പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ അടങ്ങിയ സംഘത്തിന്റെ ആവശ്യം. ശ്രീ രാഹുൽ ഗാന്ധി is using abusive and also such strong statements which are totally untrue, calling the Honorable Prime Minister of this country repeatedly that he is a chore, and also putting words into the mouth of the Supreme Court. We have taken objection to this and we have approached the Election Commission several times before this day. റഫാലിലെ രാഹുൽ ഗാന്ധിക്കെതിരായ ഹർജിയിൽ കോടതിയിൽ മറുപടി നൽകുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. റഫാൽ കേസിൽ പുതിയ രേഖകൾ പരിഗണിക്കാനുള്ള കോടതി തീരുമാനം BJPയെ പ്രതിരോധത്തിലാക്കുകയും പ്രതിപക്ഷത്തിന് ആയുധവുമായിരുന്നു. ഈ പ്രതിസന്ധിയിൽ നിന്ന് മുഖം രക്ഷിക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഉയർത്തിയുള്ള BJPയുടെ നീക്കം. ന്യൂസ് ബ്യൂറോ, ദില്ലി.